ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ വാർത്ത നാളെ പ്രധാനമന്ത്രി കേരളം സന്ദർശിക്കാനിരിക്കെ BJP നടത്തിയിരിക്കുന്ന നിർണായക നീക്കമാണ്. സാബു എം ജേക്കബ് നേതൃത്വം നൽകുന്ന 2020 NDAയുടെ ഭാഗമായിരിക്കുന്നു. പ്രധാനമന്ത്രിയുടെ സാന്നിധ്യത്തിൽ നാളെ ഔദ്യോഗികമായി ഇക്കാര്യം പ്രഖ്യാപിക്കും. 2020യെ ഇല്ലാതാക്കാൻ LDFും UDFും ഒരുമിച്ച് പ്രവർത്തിച്ചു എന്നാണ് ചീഫ് കോർഡിനേറ്റർ സാബു എം ജേക്കബിന്റെ ആരോപണം. വളരെ ആലോചിച്ചെടുത്ത തീരുമാനമെന്നും സാബു എം ജേക്കബ് പ്രതികരിച്ചു. നാളെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി പങ്കെടുക്കുന്ന പ്രോഗ്രാമിൽ 2020 സാബുജിയും ഒഫീഷ്യലായിട്ട് ഈ 2020 എന്ന് പറയുന്ന പാർട്ടിയെ ഈ ഭൂമിയിൽ നിന്ന് തന്നെ ഉന്മൂലനം ചെയ്യണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ഇവിടുത്തെ LDFും UDFും കൂടാതെ വെൽഫെയർ പാർട്ടി PDP SDPI അങ്ങനെ 25 രാഷ്ട്രീയ പാർട്ടികൾ ചേർന്നൊരു സഖ്യമുണ്ടാക്കി. ജനകീയ മുന്നണി ഞങ്ങൾ ഒരുപാട് ആലോചിച്ച് എടുത്തൊരു തീരുമാനമാണ്. ഈ കേരളത്തെ മാറ്റിയെടുക്കാനായിട്ടുള്ള ശ്രമത്തിൽ ഞങ്ങൾ ഒറ്റയ്ക്ക് നിന്ന് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് എത്രത്തോളം പ്രായോഗികമായിട്ട് നടപ്പിലാകും എന്നുള്ള ഒരു ആശങ്ക ഉണ്ടായിരുന്നു. 2020യുടെ വരവ് വികസിത കേരളമെന്ന NDAയുടെ ലക്ഷ്യത്തിന് ശക്തി പകരുമെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. നാളെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി പങ്കെടുക്കുന്ന പ്രോഗ്രാമിൽ 2020 സാബുജിയും ഒഫീഷ്യലായിട്ട് PMന്റെ പ്രസൻസിൽ NDAന്റെ ഭാഗമാകും. അപ്പോൾ NDAന്റെ ഭാഗമായി 2020 ഇന്ന് വരുമ്പോൾ അത് NDAന്റെ ആവശ്യമാണ്. പക്ഷെ അതിൻ്റെ ഒപ്പം എല്ലാ മലയാളികളുടെ ആവശ്യമാണ്. അപ്പോൾ ഈ വരാൻ പോകുന്ന ഇലക്ഷൻ NDAക്ക് നിർണായകമായ ഒരു പിന്തുണ ജനങ്ങൾ തരും. NDA മുമ്പോട്ട് വെക്കുന്ന ഒരു വികസിത കേരളം എന്ന കാഴ്ചപ്പാടിന് ജനങ്ങൾ പിന്തുണ തരും എന്നാണ് ഞങ്ങളെല്ലാവരും വിശ്വാസം. അതിനുവേണ്ടി ഒറ്റക്കെട്ടായിട്ട് ഒരുമിച്ച് ഞങ്ങൾ പ്രവർത്തിക്കും. 2020 എത്തേണ്ട പാളയത്തിൽ തന്നെ എത്തിയെന്ന് CPIM എറണാകുളം ജില്ലാ സെക്രട്ടറി S സതീഷ് 24നോട്. BJPയുടെ ഏജന്റായാണ് സാബു എം ജേക്കബ് പ്രവർത്തിച്ചത് എന്നും S സതീഷ് പറഞ്ഞു. 2020യുടെ പോക്ക് BJPയിലേക്കാണ് എന്നുള്ള കാര്യം നേരത്തെ ചൂണ്ടിക്കാണിച്ചിരുന്നതാണ്. അപ്പോൾ അദ്ദേഹം അത് നിഷേധിക്കുകയാണ് ആ സമയത്തെല്ലാം ചെയ്തുകൊണ്ടിരുന്നത്. ഒരു ചലനം ഉണ്ടാക്കാൻ കഴിയില്ല. തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് 4 പഞ്ചായത്ത് നിലനിർത്താൻ കഴിഞ്ഞെങ്കിലും ഒരു യാഥാർത്ഥ്യം അദ്ദേഹത്തിന് മനസ്സിലായി. പഴയ പോലെ 2020ക്ക് പോകാൻ കഴിയില്ല. കാരണം കൂടുതൽ ജനങ്ങൾ കാര്യങ്ങൾ മനസ്സിലാക്കിയിരിക്കും. എന്തായാലും ഇപ്പോൾ സാബു ജേക്കബിന് ചെന്ന് കയറാൻ പറ്റുന്നിടത്ത് തന്നെയാണ് സാബു ജേക്കബ് ചെന്ന് കയറിയത്. കാരണം ഫ്യൂഡൽ മനോഭാവത്തിൻ്റെ ഉടമയാണ് സാബു ജേക്കബ്. ഫ്യൂഡൽ മനോഭാവത്തിൻ്റെ രാഷ്ട്രീയം കൈകാര്യം ചെയ്യുന്നവരാണ് BJP. അതുകൊണ്ട് രണ്ടും യോജിക്കാവുന്ന കേന്ദ്രത്തിൽ തന്നെയാണ് യോജിച്ചിട്ടുള്ളത്. ഒരു സംശയം വേണ്ട. സെക്കുലറായി ചിന്തിക്കുന്ന, മതനിരപേക്ഷമായി ചിന്തിക്കുന്ന ജനത ഇതിനെതിരായിട്ടുള്ള സമീപനം സ്വീകരിക്കും. ഉമേഷ് ബാലകൃഷ്ണനാണ് ഇപ്പോൾ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നത്. ഉമേഷ്, നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ ഓരോ രാഷ്ട്രീയ നീക്കവും പ്രധാനപ്പെട്ടതാണ്. ഇപ്പോൾ NDAയുടെ ഭാഗമാകുന്നു 2020. എന്തൊക്കെയാണ് വിവരങ്ങൾ ഉമേഷ്? ഉന്മേഷ് പറഞ്ഞതുപോലെ NDA രാഷ്ട്രീയത്തിലും BJP രാഷ്ട്രീയത്തിലും ഏറ്റവും നിർണായകമായ നീക്കമാണ്. സമീപ ദിവസങ്ങളിൽ S രാജേന്ദ്രനെ അടക്കം BJPയിലേക്ക് കൊണ്ടുവന്നെങ്കിലും NDA രാഷ്ട്രീയത്തിൽ ഏറ്റവും നിർണായകമായ നീക്കം തന്നെയാണ് സാബുവും ജേക്കബിനെയും 2020യെയും ഇപ്പോൾ NDAയുടെ ഭാഗമാക്കാൻ കഴിഞ്ഞത്. എറണാകുളം ജില്ലയിൽ കൃത്യമായ വോട്ട് ബാങ്കുള്ള പാർട്ടി തന്നെയാണ് 2020. അത് കഴിഞ്ഞ 2 തദ്ദേശ തെരഞ്ഞെടുപ്പിലും കൃത്യമായി തെളിയിച്ചവരാണ് 2020. നിയമസഭാ തെരഞ്ഞെടുപ്പിലും ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ഒരു വിജയത്തിലേക്ക് എത്താൻ കഴിഞ്ഞില്ലെങ്കിലും മറ്റു പാർട്ടികളുടെ വിജയത്തെ കൃത്യമായി സ്വാധീനിക്കാനും വിജയപരാജയങ്ങളെ നിശ്ചയിക്കാനും 2020 ആയിരുന്നു. അത് പ്രത്യേകിച്ച് കിഴക്കമ്പലം ഉൾപ്പെടുന്ന ആ മേഖല, കുന്നത്തുനാട് ഉൾപ്പെടുന്ന ചാലക്കുടിയിലെ ചില പ്രദേശങ്ങൾ അടങ്ങുന്ന എറണാകുളം ജില്ലയിലെ മറ്റു ചില മേഖലകളും, ഈ മേഖലകളിൽ കൃത്യമായ വോട്ട് ബാങ്ക് സാബുവും ജേക്കബിനും 2020ക്കുമുണ്ട്. ആദ്യഘട്ടം മുതൽ വികസനം എന്നുള്ള കാഴ്ചപ്പാട് മുൻനിർത്തി തന്നെയായിരുന്നു 2020 വോട്ട് തേടിയിരുന്നത്. അതിന് സാബുവും ജേക്കബ് തന്നെ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞതുപോലെ ഭക്ഷ്യസുരക്ഷ, അതായത് സീസർ ഫണ്ടിന്റെ പിൻബലത്തിൽ ഭക്ഷ്യസുരക്ഷ ഉറപ്പുവരുത്താൻ വേണ്ടി കുറഞ്ഞ തുകയ്ക്ക് ഭക്ഷണ സാധനങ്ങളും ഭക്ഷ്യവസ്തുക്കളും അടക്കം ഏർപ്പാടാക്കുന്ന തരത്തിലുള്ള സൂപ്പർ മാർക്കറ്റുകളിലൂടെ ഒരു രാഷ്ട്രീയ രംഗത്തേക്ക് ഇറങ്ങുന്ന കേരളത്തിന് സുപരിചിതമല്ലാത്ത ഒരു രാഷ്ട്രീയ മാതൃകയായിരുന്നു 10 വർഷം മുൻപ് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ 2020 പയറ്റി തെളിഞ്ഞത്. കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ നേരത്തെ ഉണ്ടായിരുന്ന 6 പഞ്ചായത്തുകളിൽ അത് 4 കുറഞ്ഞെങ്കിലും ഈ പല മേഖലകളിലും വോട്ട് ബാങ്ക്, കൃത്യമായി വോട്ട് ബാങ്ക് നിലനിർത്താൻ 2020ക്കായി. എറണാകുളം ജില്ലയിൽ കാര്യമായ സ്വാധീനം ചെലുത്താൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ലാത്ത BJPക്ക് 2020യുടെ വരവ് അതിനിർണായകവുമാണ്. എന്തായാലും നാളെയാണ് പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന പരിപാടി
പരിപാടിയിൽ ഔദ്യോഗികമായി തന്നെ 2020 NDAയുടെ ഭാഗമാകും. ഇന്ന് NDAയുടെ ഉഭയകക്ഷി ചർച്ചയായിരുന്നു. രാവിലെ മുതൽ ചർച്ച നടന്നിരുന്നു. BDJS അടക്കമുള്ള വിവിധ പാർട്ടികൾ പങ്കെടുക്കുകയും ചെയ്തിരുന്നു. ഈ ചർച്ചയുടെ ഭാഗമായിട്ട് സാബുവും ജേക്കബും എത്തിയിരുന്നു. അതീവ രഹസ്യമായിട്ടായിരുന്നു നീക്കമെല്ലാം. ഇന്ന് 3 മണിക്ക് വാർത്താ സമ്മേളനം NDA ചെയർമാൻ കൂടിയായ രാജീവ് ചന്ദ്രശേഖരന്റെ വാർത്താ സമ്മേളനം നിശ്ചയിച്ചിരുന്നപ്പോൾ ചില സൂചനകളുണ്ടായിരുന്നു, ചില സർപ്രൈസുകൾ ഉണ്ടാകുമെന്ന്. പക്ഷേ സാബുവും ജേക്കബും 2020 NDAയിലേക്ക് വരുന്നു എന്നുള്ളൊരു സൂചന പോലും അവസാന നിമിഷം വരെ പുറത്തുവിടാൻ NDA പുറത്തുവിടാതെ രഹസ്യമാത്മക തന്നെ ഈ നീക്കം നടത്താനും കഴിഞ്ഞു. എന്തായാലും സാബുവും ജേക്കബ് പറഞ്ഞത് തങ്ങൾക്ക് ഒരുപക്ഷെ ചേരാൻ കഴിയുന്ന ഏക മുന്നണി 2020 ആണ് എന്ന് NDA ആണ് എന്നുള്ളതാണ്. കാരണം ഞങ്ങൾ മുന്നോട്ട് വെക്കുന്നതും വികസനം എന്ന രാഷ്ട്രീയമാണ്, ഒപ്പം NDA മുന്നോട്ട് വെക്കുന്നതും വികസനം എന്ന രാഷ്ട്രീയമാണ്. അതുകൂടാതെ നേരത്തെ സതീഷ് പറഞ്ഞ കാര്യങ്ങൾ അത് സാബുവും ജേക്കബും സമ്മതിക്കുന്നുണ്ട്. ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തങ്ങൾക്കെതിരെ, അതായത് 2020 മത്സരിക്കുന്ന എല്ലാ പഞ്ചായത്തുകളിലും LDFO UDFO സ്വന്തം നിലയിൽ സ്വന്തം ചിഹ്നത്തിലല്ല മത്സരിച്ചത്. അവരൊരു വികസന മുന്നണി രൂപീകരിച്ച് 2020 പൂർണ്ണമായി നശിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയായിരുന്നു മുന്നോട്ട് വന്നത്. ആ സാഹചര്യത്തിൽ ഇനി ഒറ്റയ്ക്ക് കേരളത്തിൽ പ്രവർത്തിക്കുക എന്ന് പറയുന്നത് അത് പ്രായോഗികമല്ല എന്നൊരു വിലയിരുത്തൽ കൂടി ഉണ്ടായി. അതിന്റെ കൂടി പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ NDAയുടെ ഭാഗമാകുന്നതെന്ന് സാബുവും ജേക്കബും വ്യക്തമാക്കി കഴിഞ്ഞു. ഉന്മേഷ്, ഇപ്പോൾ ഇത് നാളെ പ്രധാനമന്ത്രി വരുമ്പോൾ ഔദ്യോഗിക പ്രഖ്യാപനം നടക്കാൻ പോവുകയാണ്. അപ്പോൾ NDA മുന്നണിയുടെ ഭാഗമായിട്ട് ഇനി 2020 ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേരിടും. അവർ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 8 സീറ്റുകളിൽ മത്സരിച്ചതാണ്. അപ്പോൾ ആ നിലയ്ക്കൊക്കെ ഇനി ചർച്ചകൾ നടക്കേണ്ടതുണ്ട്. ഈ 2020യുടെ വരവ് NDAക്ക് പുതുതായി എന്ത് സ്വാധീനം ഉണ്ടാക്കുമെന്നാണ് BJP നേതൃത്വം വിലയിരുത്തുന്നു? ഉമേഷ്, എറണാകുളം ജില്ലയെ സംബന്ധിച്ചിടത്തോളം BJPക്ക് പ്രത്യേകിച്ച് മധ്യ തിരുവിതാംകൂറിൽ കാര്യമായ സ്വാധീനം, പ്രത്യേകിച്ച് ഈ ക്രിസ്ത്യൻ ബെൽറ്റിനിടയിലടക്കം കൃത്യമായ സ്വാധീനം ചെലുത്താൻ ഇപ്പോഴും BJPക്കും NDAക്കും കഴിഞ്ഞിട്ടില്ല. BJP അനിൽ ആന്റണി അടക്കമുള്ളവരെ ഈ നേതൃസ്ഥാനത്തേക്ക് ഉയർത്തി കാണിച്ചെങ്കിലും കൃത്യമായി സ്വാധീനം ചെലുത്തുക, ഷോൺ ജോർജിനെ അടക്കം കൊണ്ടുവന്നെങ്കിലും അതൊരു വോട്ട് ബാങ്ക് രാഷ്ട്രീയമായി മാറ്റാൻ കഴിഞ്ഞിട്ടില്ല. അത് 2020 പ്രാവർത്തികമാക്കാൻ കഴിയുമെന്നും അതൊരു സക്സസ്ഫുള്ളായി, അതായത് ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒന്നിലധികം സീറ്റുകളിലേക്ക് വിജയിക്കുക എന്നുള്ള ലക്ഷ്യം അത് പ്രാവർത്തികമാക്കാൻ കഴിയുമെന്നും NDA വിശ്വസിക്കുന്നുണ്ട്. അതേ രീതിയിൽ തന്നെയായിരിക്കും ഒരുപക്ഷെ സീറ്റ് വിഭജനം നടക്കാൻ പോകുന്നതും. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലും അതിനുശേഷം മുൻപ് നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിലും കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും എല്ലാം ഒറ്റയ്ക്ക് 2020 മത്സരിച്ച ഘട്ടങ്ങളിലെല്ലാം 10% മത്സരിച്ച മണ്ഡലങ്ങളിൽ സീറ്റ് വോട്ടിംഗ് ശതമാനമായി നിലനിർത്താൻ 2020 കഴിഞ്ഞിരുന്നു. ആ രീതിയിൽ അതിനൊപ്പം BJPയുടെയും NDAയുടെയും സ്വാധീന ശക്തിയോടുകൂടിയുള്ള കൂടുതൽ വോട്ട് കൂടി വർദ്ധിപ്പിച്ചാൽ സ്വാഭാവികമായി ഒരു വിജയിക്കുന്ന മാർജിനിലേക്ക് എത്താൻ കഴിയുമെന്നുള്ള പ്രതീക്ഷ BJPക്കും NDAയ്ക്കും ഉണ്ട്. ആ സാഹചര്യത്തിൽ തന്നെയാണ് ഇതൊരു വലിയ നേട്ടമായി BJP നേതാക്കൾ അവതരിപ്പിക്കുന്നതും. പ്രത്യേകിച്ച് പ്രധാനമന്ത്രിയുടെ സാന്നിധ്യത്തിൽ ഒരു NDA ഘടകകക്ഷിയെ പ്രഖ്യാപിക്കുന്നു. ഒരുപക്ഷെ BDJSന് ശേഷം ഇത്തരത്തിൽ വലിയൊരു പ്രഖ്യാപനം NDA ഘടകകക്ഷിയായി വരുന്നത് അത് ഇപ്പോൾ 2020 തന്നെയാണ്. കാരണം 2020ക്ക് അത്രത്തോളം പ്രാധാന്യം എറണാകുളം ജില്ലയിലുണ്ട്. അവരുടെ വോട്ട് ബാങ്ക് കഴിഞ്ഞ 10 വർഷമായി നിലനിർത്തുക, മറ്റൊരു മുഖ്യധാര രാഷ്ട്രീയ പാർട്ടിയുടെയും പിന്തുണയില്ലാതെ 10 വർഷമായി അവരുടെ വോട്ട് ബാങ്ക് നിലനിർത്തി മുന്നോട്ട് കൊണ്ടുപോകാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളൊരു വസ്തുത തന്നെയാണ്. അപ്പോഴും രാഷ്ട്രീയ ശത്രുക്കളായി, അത് കോൺഗ്രസ് ആകട്ടെ LDF ആകട്ടെ CPM ആകട്ടെ, കൃത്യമായി അവരുടെ രാഷ്ട്രീയ ശത്രുവായി ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ ആക്രമിക്കപ്പെട്ട ഒരു പ്രാദേശിക പാർട്ടി അത് 2020 തന്നെയായിരുന്നു. എന്തായാലും ഈ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDFന്റെ ഭാഗമായി 2020 വരാൻ സാധ്യതയുണ്ട് എന്നുള്ള വിലയിരുത്തലുണ്ടായിരുന്നു. VD സതീശൻ നിരന്തരമായി വിസ്മയം ഉണ്ടാകുമെന്ന് ആവർത്തിക്കുമ്പോഴും അതിൽ വിസ്മയിക്കുന്ന പാർട്ടികളിൽ അല്ലെങ്കിൽ ഘടകകക്ഷികളിൽ ഒരാളായി 2020 ഉണ്ടാകുമെന്നുള്ള വിലയിരുത്തലുണ്ടായിരുന്നു. പ്രാഥമിക ചർച്ചകളും നടന്നിരുന്നു. പക്ഷേ ആ ഒരു ചർച്ചകൾ അവസാനത്തിൽ അല്ലെങ്കിൽ മുന്നണിയിലേക്ക് എത്തുന്നതിന് മുൻപ് തന്നെ BJPക്ക് ആ പ്രാതിനിധ്യം അല്ലെങ്കിൽ ആ ഒരു ഇടപെടൽ നടത്താൻ കഴിഞ്ഞു. ആ ഇടപെടലിന്റെ ഫലമായി 2020യെ NDAയുടെ ഭാഗമാക്കാനും കഴിഞ്ഞു. എന്തായാലും ഇത് സാബുവും ജേക്കബ് ഈ UDFുമായുള്ള ചർച്ചയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് തങ്ങൾ മുൻപ് നടത്തിയ ചർച്ചകൾ ഇനി അതേക്കുറിച്ച് പറയുന്നതിൽ പ്രസക്തിയില്ല എന്ന് പറഞ്ഞ് മാത്രം ഒഴിവാക്കുകയാണ്. ചർച്ച നടത്തിയിട്ടുണ്ടെന്നോ ചർച്ചയുടെ പുരോഗതിയെക്കുറിച്ചോ അത് തള്ളുകയോ കൊള്ളുകയോ ചെയ്യാതെ ഒഴിവാക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത്. എന്തായാലും എറണാകുളം ജില്ലയിൽ 2020 NDAക്ക് ഒരു നിർണായക നേട്ടം തന്നെയാണ്. ഉന്മേഷ്, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.